ആണ് അവനും അവൾക്കും വിശുദ്ധയാകാം, എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ. അത് ശരിക്കും എന്നെ ട്രിഗർ ചെയ്തൊരു സംഭവമാണ്. കാരണം ശരിക്കും അദ്ദേഹം പറയുന്നത് എത്ര ശരിയാണ്. ഇപ്പൊ എത്ര വിശുദ്ധരുണ്ട്, അവരൊക്കെ എത്ര എത്ര പ്രലോഭനങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ടും അവർ ആ ഈശോയ്ക്ക് വേണ്ടി ആ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് നമുക്കൊക്കെ ഒരു മാതൃക നൽകുന്ന ഒരു ഇതാണ്. ശരിക്കിത് ഈ വിശുദ്ധരെ അറിയുമ്പോഴത്തേക്കാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. നേരത്തെ ഇവൻ പറഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ സൺഡേ ധ്യാനത്തിൽ കേട്ടതോ അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കൊടുത്തോ, ശരിക്കും നമ്മൾ ചെറുപ്പകാലം മുതലേ ഒത്തിരി വിശുദ്ധരെ പരിചയപ്പെടുത്തണം കുഞ്ഞുങ്ങൾ. കാരണം എനിക്ക് വിശുദ്ധരെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഡെഫിനേഷൻ എനിക്ക് തോന്നിയിരിക്കുന്നതാണ്, ആക്ച്വലി എ സെയിന്റ് ഈസ് വൺ, ഗോസ്പല് സിംപ്ലിഫൈ ചെയ്ത ഒരാളാണ് സെയിന്റ്, ഗോസ്പല് ഇൻകൾച്ചറേറ്റ് ചെയ്ത ഒരാളാണ് സെയിന്റ്, ഗോസ്പല് കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത ഒരാളാണ് സെയിന്റ്. അതായത് സുവിശേഷം ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന ആളാണ് വിശുദ്ധർ. അവരെ വായിക്കാൻ നമുക്ക് എളുപ്പമാണ്.